2001 നവംബർ 9 കേരളം അന്നോളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലിനാണ് തിരുവനന്തപുരത്തെ അമ്പൂരി എന്ന ഗ്രാമം സാക്ഷിയായത്. അമ്പൂരി എന്ന മലയോര ഗ്രാമം ഒന്നടങ്കം ആ ദുരന്തത്തിന്റെ രാക്ഷസ തിരമാലകളിൽ അലിഞ്ഞു ചേർന്നു. അന്ന് ജീവൻ നഷ്ടമായത് 39 പേർക്കാണ്. എന്നാൽ ദുരന്തത്തിന്റെ ഓർമ്മകൾ മാഞ്ഞ് തിരുവനന്തപുരത്തിന്റെ ഭൂപടത്തിൽ പുതിയ പേര് ചേർക്കുകയാണ് ഈ കുഞ്ഞു ഗ്രാമം. അതൊരിക്കലും നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളുടേതല്ല. തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രം എന്ന ഖ്യാതിയിലേക്കാണ് അമ്പൂരി ഉയർന്നത്. ദുരന്തമുഖങ്ങളിൽ വീണുപോകുന്ന ഓരോ നാടിനും പ്രതീക്ഷയാണ് അമ്പൂരിയുടെ ഈ തിരിച്ചുവരവ്. തിരുവനന്തപുരം ജില്ലയിലെ അധികം അറിയപ്പെടാതെ കിടക്കുന്ന ഇടങ്ങളിലൊന്നാണ് അമ്പൂരി. വൈവിധ്യങ്ങൾ കൊണ്ട് ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുവാൻ കഴിയുന്ന ഇവിടം തിരുവനന്തപുരത്ത് നിന്ന് 40 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അമ്പൂരിയെ ചുറ്റിയൊഴുകുന്ന നെയ്യാറാണ് ഇവിടെ മനോഹരമാക്കുന്നത്. ഇതിന്റെ തെളിമയുള്ള വെള്ളവും കരയിലെ കാഴ്ചകളും റബ്ബർ തോട്ടങ്ങളും വളഞ്ഞു പുളഞ്ഞ് എങ്ങോട്ടോ പോകുന്ന പാതകളും ഒക്കെ കൂടി അമ്പൂരി ഒരു സ്വർഗമാക്കുന്നു. അമ്പൂരിയിലെ ഏറ്റവും മനോഹരമായ വ്യൂ പോയിന്റ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റിയ ഇടമാണ് ദ്രവ്യപ്പാറ. ഈ പാറയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ ഗംഭീരമാണ്. മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന മലകളുടെ കാഴ്ചയാണ് ദ്രവ്യപ്പാറ സമ്മാനിക്കുന്നത്. അമ്പൂരിക്ക് സമീപത്തുള്ള മറ്റൊരു സ്ഥലമാണ് കാളിമല. മലകയറ്റത്തിൽ താല്പര്യമുള്ളവർക്ക് പരീക്ഷിക്കാൻ പറ്റിയ ഇടമാണിത്. ബഹളങ്ങളിൽ നിന്നും തിരക്കുകളിൽ നിന്നും ഒക്കെ മാറി ക്യാമ്പിങ്ങിനും ട്രക്കിങ്ങിനും ഒക്കെ പറ്റിയ ഇടം കൂടിയാണിത്. അമ്പൂരി എന്ന വ്യത്യസ്തമായ പേര് വന്നതിനു പിന്നിൽ ഒരു കഥയുണ്ട്. മാർത്താണ്ഡവർമ്മ രാജാവിന്റെ വില്ലാളികളിൽ പ്രമുഖനായിരുന്നു അത്രേ ചട്ടച്ചി മാർത്താണ്ഡൻ പിള്ള. ഒരിക്കൽ ഒറ്റശേഖരമംഗലത്തു നിന്നും അദ്ദേഹം ഒരിക്കൽ ഒരു അമ്പെയ്ത്തു മത്സരത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം എയ്താമ്പ് കുറെ അകലെയുള്ള ഒരു മരത്തിൽ തറച്ചു. അങ്ങനെ അത് ഊരിയെടുത്ത് ആ മരത്തിൽ പ്രത്യേക അടയാളം സ്ഥാപിച്ചു. അങ്ങനെ അമ്പൂരിയ സ്ഥലമാണ് പിന്നീട് അമ്പൂരി എന്നറിയപ്പെട്ടത്.